ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഒരാൾ തുടങ്ങിയിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പരസ്പരം ആലോചിച്ചതുകൊണ്ടോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയോണ്ടോ ഒന്നും ഒരു കാര്യമില്ല. എല്ലാവരുടെയും വിചാരം നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരും മുഴുവൻ തമ്മിൽ പരസ്പരം മിണ്ടാത്തവരും സംസാരിക്കാത്തവരും വലിയ ശതകോടീശ്വരന്മാരും എന്നൊക്കെയാണ് പുറത്ത് പൊതുസമൂഹത്തിൽ നമ്മളെക്കുറിച്ചുള്ള സംസാരം. എന്നാൽ നമ്മളും മനുഷ്യരാണ്. ചോരയും നീരും വിചാരവും വികാരവും ഒക്കെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമുക്കൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ ഇതിന് അനുമതി കൊടുത്ത മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തമില്ലേ? അതിന്റെ എഞ്ചിനീയർമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ഇത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പേരിലേക്ക് നമ്മുടെ മുഴുവൻ സമ്പാദ്യവും വാങ്ങിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തെന്ന ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമില്ലേ? സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഒരു മാനുഷിക പരിഗണന വെച്ച് നമുക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നത് വരെ നമ്മൾക്കിവിടെ താമസിക്കാൻ ഒരു സംവിധാനം സർക്കാർ അനുവദിച്ചു തരുന്നവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് താമസിക്കാൻ, നമ്മുടെ മക്കൾക്ക് മഞ്ഞും വെയിലും കൊള്ളാതെ സുരക്ഷിതമായി താമസിക്കാൻ ഒരു കൂര മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്, അത് നമ്മുടെ ജീവൽ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ഇന്നൊരു സമര പരിപാടിക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയണം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ഫ്ലാറ്റിലെ മുതിർന്ന അംഗവും എക്സ് മിലിറ്ററിയും നമ്മുടെ രക്ഷാധികാരിയും ഉപദേശിയും നെടുന്തൂണുമൊക്കെയായ നമ്മുടെ സുമേഷ് ഏട്ടനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. പക്ഷെ ഇന്ന് ഞാന് 11 വർഷം മുമ്പ് ദുബായിൽ പോയ ഒരാളാണ്. അവിടെ ഡ്രൈവർ പണി എടുത്തിട്ടാണ് 11 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ തുക മുഴുവൻ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടാണ് ഈ ഫ്ലാറ്റ് ഞാൻ വാങ്ങിയത്. അതിന് പുറമെ നാട്ടിലുള്ള എൻ്റെ വീടും പറമ്പും വിറ്റു. ഇവളുടെ കമ്പനിയിൽ സ്വർണ്ണങ്ങൾ എടുത്തിട്ട് വിറ്റ്, എന്നിട്ടൊക്കെയാണ് ഇങ്ങനൊരു ഫ്ലാറ്റ് വാങ്ങിയത്. എനിക്കിനി വേറെ വീടില്ല. ഇനിയുള്ള ജീവിതം ഇവിടെ ആവണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങളെല്ലാവരുടെയും വിഷമം എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ നമ്മളെല്ലാവരും ശക്തമായിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. നമ്മൾ ആരും ഇവിടെ നിന്ന് ഇറങ്ങില്ല. മൂപ്പര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് എല്ലാ ഓഫീസിലും കയറി ഇറങ്ങിക്കണേ. ഒരുപാട് നിയമങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ശരിയാക്കിയിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത്. എന്നിട്ട് ഇപ്പൊ ഓര് തന്നെ പറയണ് ആ നിയമം ഒക്കെ തെറ്റാണ്, ഇതിപ്പോ ഇവിടുന്ന് മാറണമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇവിടുത്തെ കറണ്ട് വന്ന് കട്ട് ചെയ്തത്, ഗ്യാസ് കട്ട് ചെയ്ത്, വെള്ളം കട്ട് ചെയ്ത്. ഇതൊന്നുമില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കുക? ഇപ്പൊ നമ്മളെന്തോ മനുഷ്യന്മാരല്ല, എന്തോ തീവ്രവാദികളോട് നമ്മളോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. നമ്മള് തീവ്രവാദികളാണ്? അല്ലല്ലോ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ. അപ്പൊ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവിടുന്ന് പോവില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ഒരു ശക്തി വന്നാലും നമ്മളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുന്നു. നമ്മളെ കുടിയിറക്കുന്നതിനെതിരെ നാളെ മുതൽ അതിശക്തമായ സമരപരിപാടികളുമായി നമ്മൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. നമ്മൾ വിജയിച്ചേ ഇറങ്ങൂ. എന്തിനാ പയലെടുക്കുന്നത്? ഇതെന്താ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പുറത്ത് കിട്ടല്ലേ ഉണ്ണേ, ഉണ്ണേ, ഞാൻ എവിടെ പോയി എടുക്കാൻ? ഉണ്ണേ, ഒന്ന് കിട്ടോ സാറേ. ഞാനേ വേർക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഡോക്ടറെ പോണ? അല്ല, വെള്ളത്തിന് കക്കൂസ് പോണ? വെള്ളപ്പ വെച്ചേ എന്താ അടി അടി
സാധാരണ ഇവിടെ വെള്ളം കൊണ്ട് ഒരാഴ്ച വെള്ളം സഞ്ചാരം കൊള്ളു എന്താ എന്താ കാണുന്നത് നായേ പൊറ്റിയാ വെള്ളം കാലിന്റെ കൊള്ളാം എനിക്ക് സാറേ ഏടി ഇല്ലത് എന്റെ ബാഗ് നോക്ക് അതേടി ഇല്ലത് വെള്ളം എന്നാ സഞ്ചാരം എടുക്കുന്നത് എനിക്കറിയില്ല ആശുപത്രി പോണ വേണ്ട അയ്യോ 3-4 ഉണ്ടല്ലേ ഒരു 2 എടുത്തോട്ടെ എന്താ കാണിക്കുന്നത് ആള് ചാവാൻ നിൽക്കുമ്പോഴാണ് നീ ദീന്റെ ഒരു ചോയുണ്ട് ആക്കിട്ടല്ലേ വേണ വേണ നല്ലോണം വെള്ളം കുടിക്കും ഇനി മതി നല്ലോണം വെള്ളം കുടിക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ സ്വപ്നം കണ്ടില്ലേ എന്ത് സുപ്രീം കോടതിയിൽ നിന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് എന്താ ചിരിക്കുന്നത് സുപ്രീം കോടതിക്ക് പരൽമീനും മത്തിക്കുഞ്ഞൊന്നും പോരാ വലിയ സ്രാവ് തന്നെ വേണം നമ്മളുണ്ടാക്കിയ അപരാധത്തിൽ ആ പാവം ചീഫ് സെക്രട്ടറി കോടതിയിൽ പോയി സമാധാനം പറഞ്ഞോളും എന്നാലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തം കിട്ടില്ല ആ ഇത് എന്തിനാ ഇതൊക്കെ തുറന്നു നോക്കുന്നത് ഫയല് അതവിടെ വെച്ച് ടെൻഷൻ ഇരിക്കണ്ട ആളുകൾ ഓരോരുത്തരും ഇങ്ങനെ കാശ് അടക്കടക്കാക്കി കൊണ്ടുവന്നപ്പോൾ മേടിച്ചു വെച്ചു പേരപ്പണി നടക്കല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലല്ലോ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ശരിക്കും തലവേദന എടുക്കുന്നുണ്ടാ തലവേദന അല്ല എന്താന്ന് ഞാൻ ചെയ്യാ ഓ ഈ ജോലി പോകുന്ന എന്റെ പേടിപ്പോഴേ സാറ് ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി പേടിക്കണ്ട പേടിക്കാൻ വേണ്ടി വലിയ വലിയ കാര്യം വരുന്നുണ്ടല്ലോ എന്താ അത് സാറിന്റെ സ്വത്ത് കണ്ടു കിട്ടുന്നത് ജയിലിൽ പോകുന്നത് പിന്നെ ഗോതമ്പുണ്ട തിന്നത് ഇതൊക്കെ സംഭവിക്കണ കാര്യം എന്നാ നീ പറഞ്ഞത് അത്രക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടല്ലോ എന്താണ്ടാ നീ പറഞ്ഞു എനിക്കൊന്നും പിടുത്തം കിട്ടണില്ല സ്വസ്ഥത കിട്ടണില്ല എനിക്ക് ഒരു കാര്യം ചെയ്യ് സാറേ സാറേ ഒരു ടെൻഷൻ വിട് വരുന്നത് വരും ഉറപ്പ് വരും പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ അല്ലേ ആ എങ്ങനെ പിന്നെ സമാധാനമായിട്ട് ഇരിക്കുന്നത് നാട്ടുകാർ മൊത്തം ഇവറ്റകൾക്ക് അറിയില്ല ഇതൊക്കെ അനധികൃതമായിട്ടുള്ള സ്ഥലമാണ് ഗവൺമെന്റ് കാശ് കൊണ്ടുവന്ന് നടത്തിയിട്ടല്ലേ സാധനങ്ങള് ഇപ്പൊ ഞാനെന്ത് ചെയ്തിരിക്കുന്നു അപ്പൊ അവര് വലിയ മാന്യന്മാര് ഇതൊക്കെ ചെയ്തവരാണ് കുറ്റക്കാര് എനിക്ക് അറിയില്ല ഉണ്ണിയെ ഞാൻ ലീവ് കൊടുത്താലോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പിടുത്തം കിട്ടണില്ല ഇരിക്കാൻ പരങ്ങും കിട്ടണില്ല സാറാടെ ഇരിക്കുക സമാധാനം ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിലേ ആ വേറൊരു കാര്യം ചെയ്ത് നോക്കിയാലോ ഇതിന്റെ ഇപ്പോ ഈ പേപ്പേഴ്സ് ഒക്കെ തന്നതേ ആ കത്തിച്ച് കളയാൻ പറ്റില്ലല്ലോ അല്ല അങ്ങനെ പറ്റുക അല്ലെ അതൊക്കെ അവരുടെ കയ്യിലുണ്ടാവും അതിന്റെ കോപ്പിയൊക്കെ മറക്കില്ല നിങ്ങൾ എന്നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനസ്സിലാവുന്നില്ല എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടല്ല വെറുതെ വായ തോന്നിയത് പറയാണ് സമാധാനം കിട്ടാനായിട്ട് നീ പോയിക്കോന്നാല് ഒന്നുമില്ല അയ്യോ എക്സ്ക്യൂസ് മീ സർ എക്സ്ക്യൂസ് മീ ഒരു തെറ്റും ചെയ്തു ആരാണ് നമസ്കാരം സർ നമസ്കാരം എന്താ പ്രശ്നം സാറേ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ കട്ട് ചെയ്ത് KSEB പോയി പറയും ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയില്ലേ ഇത് വേറെ ഓഫീസാണ് സാർ അതല്ല ഇന്നലെ രാത്രി ഞങ്ങൾ അറിയാതെ വന്ന് കട്ട് ചെയ്താണ് ആരറിയാണ്ട് എവിടുത്തെ കാര്യം പറയണത് സാറേ ഞങ്ങള് കരട് ഫ്ലാറ്റിൽ നിന്ന് വരുന്നതാണ് ഈ കരട് കാണുന്നത് പോകണില്ലല്ലോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങക്ക് സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വെള്ളം മേടിച്ചോ ഇല്ലാണ്ടാക്കിയാൽ ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കും സാറേ ഞാൻ നോക്ക് എനിക്ക് വെള്ളം ഉണ്ടായിട്ടും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആളാം വിധം ഇവിടെ വന്ന് കയറിയാലും എന്താണിത് പിന്നെ ഞങ്ങൾ എവിടെ പോയിട്ട് സങ്കടം പറയേണ്ടത് സാറേ വലിയ സ്വപ്നമായിരുന്നു സാറേ 10-11 കൊല്ലം രാപ്പകല് ദുബായിൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഒരു ഫ്ലാറ്റ് മേടിച്ചത് അതൊരു സ്വപ്നമായിരുന്നു ഒരു കായലോരത്തൊരു ഫ്ലാറ്റ് മേടിക്കാന്നുള്ളത് അപ്പൊ അവിടെ കൂടെ ഒരു 4 മാസമായിട്ടില്ല അപ്പോഴേക്കും ആ സ്വപ്നങ്ങളൊക്കെ തകർന്നിടിയെന്ന് പറഞ്ഞാൽ വലിയ സങ്കടം സാറേ എനിക്കൊന്നും വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്റെ സാറേ നിങ്ങൾ ഇവിടെ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ നോക്ക് അവര് ഇവിടെ കൊണ്ടുവരുന്ന പേപ്പർ ഒക്കെ ജനുവിനാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അതിന്റെ കാര്യം അതിന്റെ കാര്യം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇത് ഈ ബിൽഡ് പണിത ആൾക്കാർ അവർ പിന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടിന് ഞാൻ എന്താ ചെയ്യണത് എല്ലാവരും കൂടി എന്റെ ചെതുക്കി കയറുന്നത് സാറേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരാം സാറേ ഞങ്ങൾ വഴിമുട്ടി നിൽക്കുക ഒരു കാര്യം പറട്ടെ 25 ലക്ഷം റുപ്യ നിങ്ങൾക്ക് കിട്ടുമല്ലോ അത് എപ്പോ കിട്ടുന്ന വെച്ചിട്ടാ സാറേ
അതിപ്പോ സർക്കാരിന്റെ പൈസയാണ്, സർക്കാരിന്റെ കാര്യം പോലെ അതിന്റെ മുറ പോലെയൊക്കെ നടക്കും. സാറ് പൈസ ഇല്ലല്ലോ സാറേ, ഞങ്ങൾക്ക് കിടക്കാനൊരു സ്ഥലമില്ലേ സാറേ? ഞങ്ങളുടെ മുഴുവൻ പൈസ അതിലാണ് ഞങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത്. എനിക്കൊരു കുറ്റമില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എല്ലാ പേപ്പറും ഒക്കെ നോക്കിയിട്ടുണ്ട്, എനിക്കൊരു കുറ്റമില്ല. അതിപ്പോ ഞാൻ കോടതിയിൽ വന്നാൽ ഈ പേപ്പറൊക്കെ കൂടി നാളെ അവിടെ കാണിക്കും, ഇതാണ് ഞാൻ ചെയ്തേക്കണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ എന്നെ ചെയ്യാൻ പറ്റാ നോക്ക്, എന്റെ അടുത്തേക്ക് വരണ്ട. അതന്നെ സാറേ, നിങ്ങളൊക്കെ ഇങ്ങനെ കൈ മലർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്? എന്താ ചെയ്യുന്നത് പറഞ്ഞത്? ഇതാ ഒരു കാര്യം ചെയ്യും, ഈ കമ്പനിക്കാർ കയറുന്ന വേറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ഫ്ലാറ്റൊക്കെ, അവിടെയൊക്കെ പോയിട്ട് ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ് ഇങ്ങോട്ട് തരാൻ പറയും അവരുടെ അടുത്ത് പോയിട്ട്. അല്ലാണ്ട് എല്ലാത്തിനും ഈ ഉദ്യോഗസ്ഥർ ഇത് സൈൻ ചെയ്ത് പറഞ്ഞ ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ധന്യത്തേക്ക് കയറി വരികയല്ലേ ചെയ്യുക. കണക്ക് പുറത്തില്ലാന്ന് നാന്നിട്ട് ഇരിക്കണത്. എനിക്കുണ്ട് ഭാര്യ കുട്ടികളൊക്കെ, മനസ്സിലായി? എത്ര ദിവസമായി പറഞ്ഞിട്ട്. സാറേ, എന്തായാലും ഇതിൽ പങ്കാളികളായ എല്ലാവരും അവർക്കൊക്കെ എന്തായാലും പഠിച്ചവൻ്റെ അടുത്ത് കിട്ടും. അത് കിട്ടും, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് എനിക്കും പറയാനുള്ളത്, അത് കിട്ടട്ടെ. ഞാൻ ഈ പേപ്പറൊക്കെ ഒപ്പിടാൻ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണമെങ്കിൽ തന്നെ എന്റെ പേര വെക്കണം. എവിടുന്ന് തിരിച്ചു കൊടുക്കുന്നു ഞാന്? കമ്മീഷൻ യെസ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സത്യശീലൻ. എന്താ ചെയ്യണേ? ഒന്നും ചെയ്യണില്ല, ഞാനൊരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ. ഇതാണ് നമ്മുടെ നാട്ടിലൊരു കുഴപ്പം. ഒരു കാര്യം തീരുമാനിച്ചാലും ഒന്നിച്ച് നിൽക്കൂല. ആളുകൾ ഓരോ സൗകര്യം അന്വേഷിച്ച് അങ്ങോട്ട് പോകും. ഇവനിങ്ങനെ തീരുമാനം എടുത്തിട്ടായിരുന്നു. അവർക്ക് പോകാൻ സ്ഥലമുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യേണ്ട, അവിടെ താമസിക്കാൻ സ്ഥലമുണ്ട്. നമ്മളിപ്പോ എങ്ങടാന്ന് വെച്ചാ പോണത്? ഞങ്ങളങ്ങോട്ട് ഇറങ്ങാം. ഇതും അങ്ങനെ പകുതിക്കിട്ട് പോയാലെങ്ങനെ? നമുക്കിത് സംരക്ഷിക്കണ്ടേ? പിടിച്ചു നിൽക്കാൻ പറ്റില്ലടോ. ഇവിടെ നിന്നിട്ട് ഒന്നും ആവില്ല എന്നൊരു തോന്നലും. കാരണം നമ്മളെ സംരക്ഷിക്കാനൊന്നും ഇവിടുത്തെ ഒരു നിയമത്തിനും സാധിക്കില്ല എന്നൊരു തോന്നൽ വന്നുപോയി. ജീവിക്കണ്ട, മുന്നോട്ട് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും അറബി നാട്ടിൽ പോയിട്ട് അധ്വാനിക്കാനുള്ള തീരുമാനമാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആദ്യം പൂജാൻ തുടങ്ങണം. ഇവിടെ ഇപ്പം എന്താണ്, ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുക, പൊളിക്കുക, അതൊക്കെയാണ് ഇവരുടെ വിനോദം. അതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് കൊണ്ട് പോയി പോട്ടെ കേട്ടോ. ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാവില്ല. ഉള്ള കാലം അവിടെ വലിയ മോഹമായിരുന്നു ഇവിടെ ജീവിക്കണമെന്ന്. പക്ഷെ എന്താ ചെയ്യാ? അപ്പൊ എല്ലാവരോടും ഈ യാത്രയില്ല കേട്ടോ. സുമേഷ് ചേട്ടാ കാണാം. സന്തോഷം. ആയിക്കോട്ടെ, ഓക്കെ. നമ്മൾ ഓർക്കണം കേട്ടോ. ഓ തീർച്ചയായിട്ടും. പോട്ടെ, ബാ. ഞാൻ ആലോചിക്കണേ, നമ്മുടെ മുഖാന്തരം ഇപ്പൊ കേരളം മുഴുവൻ സംസാരം വിഷയായി. ഇതൊക്കെ ഇങ്ങനെ വരൂ സുഗത, ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയാലോ. തനിക്കറിയാമോ, ഞാന് ആ കായൽ പ്രദേശം വാങ്ങി ആധാർ എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയപ്പോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഇനി ഇൻലാൻഡ് നേവിഗേഷൻ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാം കൂടെ ടേപ്പ് കൊണ്ടുവന്നിട്ട് തലങ്ങും വിലങ്ങും അളന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കയ്യേറിയെന്ന് അവര് പറഞ്ഞോ? ഇല്ലല്ലോ, അവരെല്ലാം കറക്റ്റാന്ന് പറഞ്ഞു പോയില്ലേ. പിന്നെ അവര് പോയതിന് ശേഷം നമ്മളൊരു സ്വല്പം കയ്യാണ്. അത് നമ്മുടെ അവകാശമാണ്. നമ്മളിപ്പോ ഒരു ചെറിയ വീട് എവിടെയെങ്കിലും വെച്ചാൽ അതിന്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് മുറ്റം, അതിന്റെ കുറച്ച് അപ്പുറത്തെ സ്ഥലമൊക്കെ നമുക്ക് അവകാശപ്പെട്ടല്ലേ? അല്ല, അത് നമ്മൾ സൗകര്യത്തിനൊന്നും ചെയ്യാം, അതൊരു പ്രശ്നമല്ല. ആണല്ലോ. ഇനി ഈ സ്ഥലത്ത് നമ്മള് അതിൻ്റെതായ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിൽ കൊണ്ടു കൊടുത്തപ്പോ അവര് സാങ്ഷൻ തന്നില്ലേ? എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ?
ഒരു എതിർപ്പ് പറഞ്ഞു. അല്ല, അവരെങ്ങനെ എതിർപ്പ് പറയാ? ആ. നമ്മൾ പിയൂണ് തൊട്ടിട്ട് സെക്രട്ടറി മുതല് എല്ലാ ഓഫീസർമാർക്കും, ലോക്കൽ നേതാവ് തൊട്ട് MLA തൊട്ട് മന്ത്രി വരെ, ഈ ബിൽഡിങ്ങിന്റെ പണി കഴിയുന്നവരെ നമ്മൾ ഷൂക്കേസിൽ ഇങ്ങനെ കാശ് ഇങ്ങനെ കൊണ്ട കൊടുക്കല്ലേ, പിന്നെ എങ്ങനെ അവര് തടുക്കുക? ഇനി ഇവര് സാങ്ഷൻ തന്നുകൊണ്ടാണ് തന്നെ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്. ഭംഗിയായിട്ട് ചെയ്തല്ലോ നമ്മള്. ഇല്ലേ ഇല്ലേ തന്നെ പോലുള്ള കോൺട്രാക്ടർമാരുടെ ടൈം ബെസ്റ്റ് ടൈമാ. കിട്ടുന്നു പൊളിക്കുന്നു, കിട്ടുന്നു പൊളിക്കുന്നു. അതിപ്പോ ഫ്ലാറ്റ് ആയാലും എന്ത്, പാലായാലും മൻമുതലാളി എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം തനിക്ക് എപ്പോഴും ഉണ്ട്. അതായത് ഈ ഫ്ലാറ്റ് പൊളിക്കാൻ കോടതി തീരുമാനിച്ച അന്ന് തന്നെ ഞാൻ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അത് പൊളിക്കാനുള്ളതും എനിക്ക് തന്നെ കിട്ടും. പക്ഷെ ഞാൻ നോക്കിട്ട് താൻ പണിയണേക്കാളും പെട്ടെന്ന് പൊളിക്കാൻ വിടുകണ കേട്ടോ. അതായത് ഒരുപാട് തൊഴിലാളികളുണ്ട്. നമ്മൾ ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ബംഗാളികളെ നിയമിക്കും, പൊളിക്കാൻ വേണ്ടി മലയാളികളെ നിയമിക്കും. പൊളിക്കേണ്ട കാര്യത്തിൽ മലയാളികളും മിടുക്കന്മാരാണേ. എനിക്കിപ്പോ അതല്ല സങ്കടം, ഒരാളുടെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. എന്തോ നമ്മുടെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുടിയിറക്കിയവർക്കൊക്കെ 25 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനല്ലേ കോടതി തീരുമാനം. സർക്കാർ കൊടുക്കട്ടോ, നമുക്കെന്താ നഷ്ടം? സർക്കാരിന്റെ ഖജനാവില് ഇവിടെയുള്ള പൊതുജനങ്ങൾ കഴുതകളുടെ നികുതി പിടിച്ച് ഇഷ്ടംപോലെ കാശ് കിടപ്പുണ്ട്. അതിനകത്ത് അവര് കൊടുക്കട്ടെ. അങ്ങനെ നികുതിനാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ പിന്നെ? കോടതി വിധി അതല്ലല്ലോ. ബിൽഡ് ഓണേഴ്സ് ഫ്ലാറ്റ് ഉടമകൾക്ക് 25 ലക്ഷം വെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് പറയണേ? എന്റെ ബാങ്ക് അക്കൗണ്ട് ഇപ്പൊ 0 ബാലൻസ് ആണ്. പിന്നെ എന്നെ ജപ്തി ചെയ്യാൻ എന്റെ പേരിൽ സ്ഥാപന ജംഗമങ്ങളോ ഒന്നും ഇല്ലടോ സുഗത. ഞാൻ പാപ്പര. പിന്നെ ഞാൻ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അപ്പൊ പിന്നെ ഈ ഫ്ലാറ്റിന്റെ ഉടമകൾക്കൊക്കെ ഈ 25 ലക്ഷം വെച്ച് എങ്ങനെ കിട്ടും? അത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കണം. വലക്കട മൂട് കൊടുക്കും. ഇപ്പൊ പ്രളയം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അവർക്ക് 10,000 വെച്ചെന്നെ പലർക്കും കിട്ടിയിട്ടില്ല, പലർക്കും വീടെന്നെ കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഈ കോടികൾ മുടക്കിയ ഈ ഫ്ലാറ്റിന്റെ മുതലാളിമാർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത്. അതൊന്നുമില്ല സാർ, അങ്ങനെ സംസാരിക്കരുത്. ഈ ഫ്ലാറ്റിന്റെ ഉടമകളൊക്കെ കോടികൾ മുടക്കി അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ഈ ലക്ഷങ്ങൾ കിട്ടും. കാരണം സർക്കാരിന്റെ നിലനിൽപ്പിനെ ഇല്ലെങ്കിൽ ബാധിക്കൂടോ. അത് ശരി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ചോദിക്കാനും പറയാനും ആളും നിലവിലൊക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ കിട്ടുള്ളൂ. പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. ഈ നാട്ടില് പാവപ്പെട്ടോ എന്നും പാവപ്പെട്ടവനും മുതലാളി എന്നും മുതലാളിയാ. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, ഈ ഫ്ലാറ്റ് ഓണേഴ്സിനെ പുതിയ താമസ സൗകര്യം ഉണ്ടാവുന്നത് വരെ ബിൽഡ് ഓണേഴ്സ് സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണല്ലോ കോടതി പറയുന്നത്. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാന് ഈ ഫ്ലാറ്റ് ഉടമകൾക്കൊരു ഓഫർ കൊടുക്കും. എന്താ ഓഫർ? ഈ 25 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നവരുണ്ടല്ലോ, 100-300 ഫാമിലിയിലെ ഉണ്ട്. ഇവര് ഈ കാശ് എന്നെ ഏൽപ്പിച്ചാൽ വളരെ സുരക്ഷിതമായിട്ട് ഇവർക്ക് ഒരു ഗംഭീര ഫ്ലാറ്റ് 25 ലക്ഷം രൂപയ്ക്ക് ഞാൻ പണിഞ്ഞ് അവർക്കും കൊടുക്കും. പണി കൊടുക്കും. പിന്നെ അതിന്റെ കോൺട്രാക്ട് എനിക്ക് തരണം. അത് നമുക്ക് തരാമല്ലോ. വേറൊരു പ്രശ്നമുണ്ട്, നമുക്കതിന് ഇനി ഫ്ലാറ്റ് കെട്ടാൻ പുറംപോക്കിന് സ്ഥലമില്ലല്ലോ. അതൊരാണ് കാര്യമാണ് സുധാ. നല്ലൊരു കായൽ പ്രദേശം നോക്കി നമ്മുടെ മെല്ലെ ഇങ്ങോട്ട് എടുത്തിട്ട് മണ്ണിട്ടങ്ങ് നികത്തും. മണ്ണിട്ട് അവിടെ നികത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നല്ല വലിയ സെലിബ്രിറ്റിയുടെ ഒരു മെഗാ ഷോ അവിടെ വെച്ച് അങ്ങോട്ട് നടത്തും. ആ മെഗാ ഷോ നടത്തുന്നതോടുകൂടി അത് ഏതാണ്ട് ആ ചതുപ്പ് കുറച്ചൊക്കെ ഒന്ന് ഉറച്ചു കിട്ടും. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ എക്സിബിഷനും ചെറിയ സർക്കസോ അങ്ങനെയുള്ള ഇതിനൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോ സ്ഥലം റെഡിയായി കഴിയും. ഇനി നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങും. ഈ പറഞ്ഞ പോലൊക്കെ ചെയ്ത് നമ്മളൊരു ഫ്ലാറ്റ് അങ്ങോട്ട് പണിയും, വീണ്ടും കോടതി ഇടപെട്ടിട്ട് അത് പൊളിക്കും. അപ്പൊ പൊളിക്കാതെ നല്ലൊരു ഇരിക്കല്ലേ. അടോ, ഈ കേരളത്തില് ഈ നിർമ്മാണ പൊളിക്കൽ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ സൂചിച്ചു വളർന്നുകൊണ്ടേയിരിക്കും. എന്നാ സ്ഥാനം കൂടെ ഒഴുകി